അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈയുള്ളവൻ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് മതിലകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. ഇപ്പോൾ താമസം ഒരു അല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് തൃശ്ശൂർ ജില്ലയിലെ തന്നെ തൊട്ടടുത്തുള്ള ചന്ദ്രാപിന്നി ഭാഗത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. എൻ്റെ പേര് അഹമ്മദ് കബീർ മുസ്ലിയാർ, മതിലകം എന്ന പേരിൽ അറിയപ്പെടുന്നു. സഹോദരങ്ങളെ, ഈ വീഡിയോ ഇടുന്നതിൻ്റെ ലക്ഷ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഏതാനും ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതായത് 2011 മാർച്ച് മാസം 6-ാം തീയതി സമസ്തയിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഞാൻ. പലരും പറഞ്ഞു, ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് സമസ്തയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്, സംഘടനയായിട്ട് യാതൊരുവിധ പ്രവർത്തനങ്ങളും ചെയ്യാത്ത ആളാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള പ്രവർത്തകർ ഇദ്ദേഹത്തിനെ പൈസ കൊടുത്ത് സഹായിച്ച് വേഷം കെട്ടിച്ചുകൊണ്ടാണ് പല പ്രഭാഷണ വേദിയിലും പങ്കെടുപ്പിക്കുന്നത് എന്നെല്ലാം നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിയാക്കന്മാർ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എന്താണ് പ്രിയപ്പെട്ടവരെ സത്യം? അത് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതായത് ഞാൻ സമസ്തയിൽ ഉണ്ടായിരുന്നോ, സമസ്തയുടെ സംഘടനാ നേതൃത്വ ഭാഗത്ത് സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ ഉണ്ടായിരുന്നോ എന്ന് നല്ലവരായ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടി വന്നത്. അതിൻ്റെ പശ്ചാത്തലം അത് തന്നെയാണ്. ആദ്യം തന്നെ ഞാൻ ജോലി ചെയ്ത ഏതാനും സ്ഥലങ്ങൾ പറയാം. അതായത് അവസാന ഘട്ടത്തിൽ തൃശ്ശൂർ ജില്ലയിലെ കൊടകര മഹല്ല്, അവിടുത്തെ ഖത്തീബായിരുന്നു. അതോടൊപ്പം തന്നെ മാള റേഞ്ചിലെ കാരൂര് എന്ന് പറഞ്ഞ ജുമാഅത്ത് പള്ളി, അവിടെയും ഖത്തീബായിരുന്നു. അതോടൊപ്പം തന്നെ പാലപ്പള്ളി റേഞ്ചിലെ വെള്ളിക്കുളങ്ങര എന്ന് പറഞ്ഞ ആ ഭാഗത്ത്, അതോടൊപ്പം പീച്ചി ഡാമിലെ ജുമാഅത്ത് പള്ളിയുടെ ഖത്തീബായിരുന്നു. അതേപോലെ കണ്ണമ്പറ, വടക്കഞ്ചേരി, നല്ലേപ്പള്ളി, നന്ദിയോട്, പഴനിയാർപ്പാളയം, ഇങ്ങനെ പാലക്കാട് ജില്ലയുടെ കാടാങ്കോട്, പാലക്കാട് റേഞ്ചിലെ കാടാങ്കോട് എന്ന് പറയപ്പെടുന്ന പല സ്ഥലങ്ങളിലും ഇതൊക്കെ സമസ്ത അംഗീകരിച്ച മദ്രസകളാണ്, പള്ളികളാണ്. അവിടെ സേവനമനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ സമസ്തയുടെ മദ്രസയിൽ തന്നെയാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. ഇപ്പോൾ വന്നല്ലോ. ഇനി ഇത് തുടക്കം എന്താണെന്ന് അറിയോ? അതായത് 1988 സമസ്തയുടെ രജിസ്റ്റർ എടുക്കുകയാണ്, MSR എടുക്കുകയാണ്. അന്ന് ഞാൻ കരൂപ്പറന്ന ടൗൺ പള്ളിയിൽ ദർസിൽ പഠിക്കുകയും അതോടൊപ്പം മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് MSR എടുക്കുന്നത്. വെള്ളാങ്കല്ലൂർ റേഞ്ചിൽ ആ മാസത്തിൽ നടക്കുന്ന ട്രെയിനിങ് കോഴ്സിൽ പങ്കെടുത്തു. അതിൻ്റെ പരീക്ഷ എഴുതാത്തത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട പിന്നെ പറയേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് അത് ഞാൻ പിന്നീട് ആ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. അന്നാണ് ഞാൻ ഇതെടുക്കുന്നത്. എൻ്റെ MSR നമ്പർ 3898-5 എന്നുള്ളതാണ്. ഇത് സമസ്തയുടെ MSR നമ്പറാണ്. ഞാൻ എൻ്റെ സർവീസ് ബുക്ക് നിങ്ങളെല്ലാവരെയും കാണിക്കുന്നു. ഞാൻ കാണിക്കുന്ന നമ്പർ നിങ്ങളെ അത് ശരിയല്ലേ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാ ആ നമ്പർ 3898-5. അതിന് മുകളിൽ എഴുതിയത് നോക്കണം, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്നുള്ളതാണ് അല്ലേ? ആവട്ടെ. ഇനി നിങ്ങൾ നോക്ക്, അതിൻ്റെ ആ ഉൾഭാഗം കാണിക്കുന്നു. അതിലെൻ്റെ അക്കാലത്തെ ഫോട്ടോ ഉണ്ട്. അതോടൊപ്പം തന്നെ അഹമ്മദ് കബീർ മുസ്ലിയാർ, സൺ ഓഫ് യൂസഫ്, പുന്നക്കബസാർ, തൃശ്ശൂർ ജില്ല. ഇത്രയും വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ പിന്നെ 3898-5 എന്ന് പറയുന്ന MSRൽ 1988 എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം പിന്നെ അത് നിങ്ങൾ പ്രത്യേകം ആ ഡേറ്റ് ഒന്ന് നോക്കണം. എനിക്ക് MSR തന്നിരിക്കുന്ന വർഷം എന്നാണ് എന്നും കൂടി വ്യക്തമാക്കുക. അത് നിങ്ങൾ വ്യക്തമായി കാണുമല്ലോ ആ ഡേറ്റ്. അതോടൊപ്പം തന്നെ പിന്നെ മറ്റൊരു പ്രശ്നമുള്ളത്, ഇതെന്താ ഈ MSR ഇങ്ങനെ? അതായത് ഒറിജിനൽ ബുക്ക് നഷ്ടപ്പെട്ടിട്ട് 50 രൂപ കൊടുത്താൽ ഇങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് ബുക്ക് അവർ സമസ്ത കൊടുക്കുന്നതാണ്. അതാണ് ഈ പുസ്തകത്തിന്റെ രൂപം ഇങ്ങനെ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് സമസ്ത പിന്നെ ഹിസ്ബ് പിന്നെ ആലത്തൂർ റേഞ്ചിൽ ഹിസ്ബ് കോഴ്സ് ഇരുന്നപ്പോൾ അതിൽ അറബിയിൽ തന്നെ എൻ്റെ പേര് അഹമ്മദ് കബീർ മുസ്ലിയാർ എന്ന് പേന കൊണ്ട് എഴുതിയതായിട്ട് കാണാം അവിടെ. അപ്പോൾ ഇത് ഹിസ്ബിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഞാൻ സമസ്തയിലെ പിന്നെ സേവനമനുഷ്ഠിച്ച ആളായിരുന്നല്ലോ, ഹിസ്ബ് കോഴ്സിൽ പങ്കെടുത്തിരിക്കുന്നു. അതുമാത്രമല്ല, ഈ നോക്കി, ഒരു മദ്രസയിൽ നിന്ന് മറ്റൊരു മദ്രസയിലേക്ക് പോകുമ്പോൾ സൂപ്പർവൈസറായിട്ട് പോകുമല്ലോ, ആ രൂപത്തിൽ കൊടുക്കുന്ന ഒരു കാർഡാണ് ഈ തന്നിരിക്കുന്നത്. ഈ ഫോട്ടോ നിങ്ങൾ എല്ലാവരും കാണണം എന്താണെന്ന്. അതോടൊപ്പം തന്നെ മറ്റൊരു കാർഡാണ് ഇതുപോലെ തന്നെ ഒരു പരീക്ഷയിൽ നിന്ന് പൊതുപരീക്ഷയ്ക്ക് പോകുമ്പോൾ സൂപ്പർവൈസറായി തന്നിരിക്കുന്നു തൃശ്ശൂർ ജില്ലയിലെ
പനങ്ങാട് സാഹിബിന്റെ പള്ളിയിൽ നിൽക്കുമ്പോൾ തന്നിരിക്കുന്ന കാർഡാണ് ഈ കാർഡ്. അവിടെയും എന്റെ ഫോട്ടോ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ആ കാർഡും നിങ്ങൾക്കറിയാം, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്നുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നു, കൊടുങ്ങല്ലൂർ റേഞ്ചിൽ ഞാൻ ട്രെയിനിങ്ങിൽ ഇരുന്നു. ഞാൻ പറഞ്ഞല്ലോ വെള്ളാങ്കല്ലൂർ ട്രെയിനിങ് ഇരുന്ന് പരീക്ഷ എഴുതില്ല എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ കൊടുങ്ങല്ലൂർ റേഞ്ചിൽ പരീക്ഷയ്ക്ക് ഒന്നാം നമ്പർ 1 അഹമ്മദ് കബീർ മുസ്ലിയാർ 350 മാർക്ക് വാങ്ങിയിട്ട് പാസ്സായിരിക്കുന്നു എന്നുള്ളതാണ്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങളെ കാണിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ നല്ലവരായ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. സമസ്തയുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം, സമസ്ത അധ്യാപകനായിരുന്നു, പള്ളിയിലെ ഖത്തീബായിരുന്നു എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പോരാ, അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഞാൻ സമസ്തയുടെ സെക്രട്ടറി, റേഞ്ചിന്റെ സെക്രട്ടറി ആണെന്നും SYSനെയും SKSSFനെയും സംഘടനാ ഭാരവാഹിയായിരുന്നെന്നും അതോടൊപ്പം തന്നെ റേഞ്ചിന്റെ പുതുനഗർ റേഞ്ചിന്റെ വിദ്യാഭ്യാസ ബോർഡ് ചെയർമാനുമായിരുന്നു എന്ന് പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് മാറുമ്പോൾ ഇവിടുത്തെ ജില്ലാ ഭാരവാഹികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആ കാലത്തെ അതിന്റെ റേഞ്ചിന്റെ പ്രസിഡന്റ് ഹംസ വാക്കവി ലെറ്റർ പേഡിൽ എഴുതി തന്നിരിക്കുന്ന ലെറ്റർ പേഡാണ് അതിൽ കാണാം. അതിൽ SYSന്റെ ചെയർമാൻ ആയിരുന്നു എന്ന് വ്യക്തമായിട്ട് അതിൽ കാണിക്കുന്നു. ഇത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മദ്രസയിൽ നിന്ന് മറ്റൊരു മദ്രസയിലേക്ക് പോകുമ്പോൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, മദ്രസ വിടുതൽ സർട്ടിഫിക്കറ്റ്. ഇതാണ് അതിന്റെ കോപ്പി. ഇതിലും അഹമ്മദ് കബീർ മുസ്ലിയാർ എന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇതും നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. ഇനി നിങ്ങൾ നോക്കിയപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ മുസ്ലിയാക്കന്മാരെ പറയുന്നത് വെറും ശുദ്ധമായ നുണയാണ്. കാരണം ഞാൻ സമസ്തയിൽ അധ്യാപകനായിരുന്നു എന്ന് ഈ രേഖകൾ തെളിയുന്നു. ഇനി വാദം സംഘടനാ രംഗത്തില്ല എന്നാണ്. നോക്ക് നിങ്ങൾ, പത്രത്തിൽ വാർത്ത അത് നോക്ക്. ചിറ്റൂര് കുഴൽമന്നം ഭാഗത്ത് SYS രൂപീകരിച്ചു. അതിൽ അടിവരയിട്ട ഭാഗം നോക്കണേ, 2004 അതേ പത്രത്തിൽ കാണാൻ അടിവരയിട്ട ഭാഗമാണ്. ഇവിടെ അഹമ്മദ് കബീർ മുസ്ലിയാർ എന്ന് പറഞ്ഞ അടിവരയിട്ടിട്ടുണ്ട്. ആ അടിവരയിട്ട ഭാഗം അതിലെന്തേ പറഞ്ഞത്? അപ്പോ SYSന്റെ ആയിരുന്നു എന്ന് വന്നല്ലോ. അതോടൊപ്പം തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ ഏതാനും ചില കാര്യങ്ങൾ കൂടി ഞാൻ കാണിക്കുകയാണ്. റേഞ്ചിന്റെ അഥവാ നോക്ക്, ഈ 2010 ഞാൻ മുഅല്ലിം വേതനം കെട്ടിയതാണ്. ഓരോ വർഷം മുഅല്ലിം വേതനം, ബാഡ്ജിന്റെ പൈസ എല്ലാം കൂടി ഒരുമിച്ച് കെട്ടണം. അതിന്റെ കടലാസും റെസിപ്റ്റുമാണ് ഞാൻ ഈ കാണിക്കുന്നത്. അത് മാത്രമല്ല, ഇത് നോക്ക് നിങ്ങൾ, റേഞ്ചിന്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. റേഞ്ച് നമ്പർ 357 പുതുനഗരം. അവിടെ അഹമ്മദ് കബീർ മുസ്ലിയാർ. ഞാൻ അന്ന് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ അത് പ്രസിദ്ധീകരിച്ചുകൊണ്ട് എല്ലാ മദ്രസയും കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടിന്റെ പുസ്തകമാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് മുകളിൽ മാത്രം കാണിച്ചെന്ന് പറയുന്നത്, ഉൾഭാഗം കൂടി നോക്കിയാൽ ആ കാലഘട്ടത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത ഭാഗത്തും അഹമ്മദ് കബീർ മുസ്ലിയാർ അദ്ദേഹം ജനറൽ സെക്രട്ടറി എന്ന് കാണാം. നന്ദിയോട് പള്ളിയിലായിരുന്നു അന്ന് ഖത്തീബായിരുന്നു. ഇനി ആ റിപ്പോർട്ട് അവസാനിപ്പിക്കുമ്പോഴും ആ പേരുണ്ടാകും. പ്രാർത്ഥനയോടെ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നു അഹമ്മദ് കബീർ മുസ്ലിയാർ നന്ദിയോട് എന്ന് കാണാം. അഹമ്മദ് കബീർ മൗലവി ഡോക്ടർ എന്നുള്ള ആ വിഷയം കാണുന്നു. ഇനി ഞാൻ റേഞ്ചിന്റെ സെക്രട്ടറി ആണ് എന്ന് 2004 തിങ്കളാഴ്ച മാധ്യമത്തിൽ വന്നിരിക്കുന്ന വാർത്തയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ചെയർമാൻ ആണ് എന്ന് തെളിയിക്കുന്ന പത്രവാർത്ത നിങ്ങൾക്ക് ഒരു പക്ഷെ കാണണമെന്നില്ല. അത് ചെറിയ ഒരു ന്യൂസ് ആയതുകൊണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നു. അത് വ്യക്തത കാണുന്നില്ല. എന്തായിരുന്നാലും ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയത് എന്തിനാണ്? എന്റെ സഹോദരങ്ങളായ മുസ്ലിയാക്കന്മാര് ഇസ്ലാഹി പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ വേദികളിൽ ചെല്ലുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം പൈസ കൊടുത്തിട്ടാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നത് എന്നും ഇദ്ദേഹം സമസ്തയിൽ പെട്ട ആളല്ല എന്നും ഇദ്ദേഹം സംഘടനയായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് അവർ ഇത് അവസരവാദത്തിൽ ഉപയോഗിക്കുകയാണ്. കാരണം അവരെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് ചാടിയപ്പോൾ അവർ പറഞ്ഞുണ്ടാക്കുന്ന കള്ളക്കഥകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ റിക്കാർഡ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അതുകൊണ്ട് ഈ കുപ്രചാരണത്തിൽ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, വഞ്ചിതരായി പോകരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.